ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നാം ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് വരികയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാം ഒന്നിച്ച് ഇങ്ങനെ ചേർന്ന് വന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, പാടി സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, മഹത്വത്തിന് യോഗ്യനായവനെ ചേർന്ന് ആരാധിക്കുവാൻ നമ്മളെ ദൈവം ഒന്നിച്ച് സഹായിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടി അതാത് സ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ കൊയർ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. നമുക്ക് ചേർന്ന് അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ആയിരിക്കുകയും ചെയ്യാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീ അല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാൻ ആരുമേ. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ മക്കളായ അടിയങ്ങൾക്ക് കർത്താവേ, ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് അങ്ങയെ സ്തുതിക്കുവാൻ, പാടുവാൻ, ആരാധിക്കുവാൻ നീ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ചങ്ങെ പാടി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് തരുന്ന വലിയ അവസരത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഞങ്ങൾ ഒന്നിച്ചൊരു മനസ്സോടെ അവിടുത്തെ സന്നിധിയോട് ചേർന്ന് വന്നിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് ഇടപെടുമാറാകണം. കർത്താവെ ഞങ്ങളുടെ മൺകൂടാരത്തിൽ അവിടുത്തെ ശക്തി അയക്കുമാറാകണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട് ഞങ്ങൾ ഇതിനോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഒന്നിച്ച് അവരെ ഒക്കെ കർത്താവ് അനുഗ്രഹിക്കുകയും അവിടുത്തെ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾ ചേർന്ന് അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറയായി അങ്ങയെ സേവിപ്പാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ നീ ഞങ്ങൾക്ക് തരുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ടും ഭാഗ്യത്തിനായിട്ടും ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് കർത്താവെ അവിടുത്തെ ശക്തി ഞങ്ങൾ അനുഭവിപ്പാൻ, ഞങ്ങളുടെ മൺകൂടാരത്തിന്മേൽ കർത്താവെ സ്തോത്രം, അവിടുത്തെ ആത്മീക ശക്തി, ആത്മീക തേജസ് ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ ഞങ്ങളെ സഹായിച്ചായിട്ട്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, ഹല്ലേലൂയ കർത്താവെ സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചായിട്ട്, വചന വെളിപ്പാടുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു നിന്നാട്ട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും കർത്താവ് ഞങ്ങളെ ഒന്നിച്ച് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കും. കർത്താവെ, അല്പസമയം ഒന്നിച്ചായിരിക്കുന്നത് ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളെ ഒന്നിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി പോവുകയാണ്. എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. അല്പസമയം നാം കർത്താവിനെ സ്തുതിക്കുവാനായിട്ട്, ഇന്ന് വിശേഷാൽ ക്രൂശിൻ്റെ ദിനമായി കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, ആ കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഹല്ലേലൂയ സമർപ്പണത്തോട് ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ എല്ലാ നിലയിലും ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് കരുണ ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊയർ ചില പാട്ടുകൾ പാടുമ്പോൾ ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാ അന്യചിന്തകളും വെടിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവേല എന്നുള്ള പാട്ട് പാടുമ്പോൾ സമർപ്പണത്തോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത, നിനക്കീ വേദന വരുത്തി വച്ചതി നീജന്യാനയ്യോ, നിനക്കീ വേദന വരുത്തി വച്ചതി നീജന്യാനയ്യോ. പരമനീതിയൻ ദുരിതത്താൽ എന്നെ അറിവാൻ നിന്നൊരു നേരം, പരമനീതിയൻ ദുരിതത്താൽ എന്നെ അറിവാൻ നിന്നൊരു നേരം, പരമനീയതാൽ അറിയപ്പെട്ടിടാൻ
പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ. അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ. നന്ദി കെട്ട ഈ നരരെ നരക അഗ്നിയിൽ നിന്നു നേടാം. നന്ദി കെട്ട ഈ നരരെ നരക അഗ്നിയിൽ നിന്നു നേടാം. മന്നവ തിരുപൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മന്നവ തിരുപൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. ദൈവകോപത്തിൻ ദർശനം വിട്ടു പാപി ഞാനോളിച്ചീടാം. ദൈവകോപത്തിൻ ദർശനം വിട്ടു പാപി ഞാനോളിച്ചീടാം. സർവലോകത്തിൻ നായക നിൻ വിലാപം നീണ്ടല്ലോ. സർവലോകത്തിൻ നായക നിൻ വിലാപം നീണ്ടല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത. നിനക്കീ വേദന വരുത്തി വച്ചതി നീചൻ ഞാനയ്യോ. നിനക്കീ വേദന വരുത്തി വച്ചതി നീചൻ ഞാനയ്യോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ ക്രൂശിനെ നോക്കി നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോട് തിരുമുഖത്തേക്ക് നോക്കുവാൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കിയ ആ രക്ഷണ പ്രവൃത്തി, കാൽവറിയിലൂടെ കർത്താവ് നിവർത്തിച്ച ആ രക്ഷണ പ്രവൃത്തിക്കായിട്ട് നമുക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾക്കായിട്ട്, നമുക്ക് വേണ്ടി ഹല്ലേലൂയ തുളയ്ക്കപ്പെട്ട കൈകാലുകൾക്കായിട്ട്, ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിനായിട്ട്, നമുക്ക് വേണ്ടി സഹിച്ച എല്ലാ പങ്കപ്പാടുകൾക്കായിട്ട് ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യരിൽ ഒരാളായി ഹല്ലേലൂയ 33.5 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിക്കുകയും നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ആ ക്രൂശന്മേൽ കയറി ഹല്ലേലൂയ, ഹല്ലേലൂയ നമ്മുടെ പാപത്തിന് എന്നേക്കുമുള്ള ഒരു പരിഹാരം വരുത്തി നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാൽ ഹല്ലേലൂയ അതിലെ വിശ്വാസത്താൽ നാം ഓരോരുത്തരും ഇന്ന് രക്ഷിക്കപ്പെടുന്ന നിലയിൽ കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക്, വലിയൊരു ഭാഗ്യ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ കർത്താവിന് പ്രസാദം തോന്നിയതോർത്ത് നമുക്ക് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ കാൽവറിയിലേക്ക് നോക്കി സ്തുതി കരയേറ്റുവാൻ, നന്ദി കരയേറ്റുവാൻ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളം നന്ദി കൊണ്ട് നിറയുമാറാകട്ടെ, നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ചേർന്ന് പാടിയ ദൈവജനമേ, തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടായിരിക്കുമ്പോൾ തന്നെ ഒരു പാട്ടുകൂടെ പാടി കർത്താവിനെ സ്തുതിക്കാം. വർത്തി ഈസ് ദ ലാംബ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. എല്ലാവരും ഹല്ലേലൂയ ഏക മനസ്സോട് ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവിൻ്റെ ആ കാൽവറിയിലേക്ക് നോക്കി ചേർന്ന് പാടി കർത്താവിനെ വീണ്ടും നമുക്ക് സ്തുതിക്കുവാനിടയാകട്ടെ. വർത്തി ഈസ് ദ ലാംബ്. ഹല്ലേലൂയ.
Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb seated on the throne. Crown you now with many
സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ പാടി മഹത്വപ്പെടുത്തി ഒന്നിച്ചിങ്ങനായിരിക്കാൻ ഹല്ലേലൂയ സന്തോഷത്തോടെ പാടി സ്തുതിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ആഗ്രഹമുണ്ട്. എന്നാലും നമുക്ക് ശുശ്രൂഷകളെല്ലാം നടപടിയായി മുന്നോട്ട് നീങ്ങണമല്ലോ. നമുക്ക് ബൈബിൾ റീഡിങ്ങിനായിട്ട് കിടക്കുകയാണ്. ബൈബിൾ റീഡിങ്ങിനായിട്ട് ആശിഷ് തോമസിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ബൈബിൾ കരങ്ങളുള്ളവരെല്ലാവരും അതെടുക്കുവാനും വായിച്ച് കേൾക്കുന്ന ഭാഗം ധ്യാനത്തോടെ ശ്രദ്ധിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ബൈബിൾ കരങ്ങളെടുക്കുമ്പോൾ ആശിഷ് തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. 1 Thessalonians chapter 1. Paul and Silvanus and Timotheus, unto the church of the Thessalonians which is in God the Father and in the Lord Jesus Christ. Grace be unto you and peace from God our Father and the Lord Jesus Christ. We give thanks to God always for you all, making mention of you in our prayers, remembering without ceasing your work of faith and labor of love, and patience of hope in our Lord Jesus Christ, in the sight of God and our Father. Knowing, brethren beloved, your election of God. For our gospel came not unto you in word only, but also in power, and in the Holy Ghost, and in much assurance, as we know what manner of men we were among you for your sake. And ye became followers of us, and of the Lord, having received the word in much affliction, with joy of the Holy Ghost. So that ye were ensamples to all that believe in Macedonia and Achaia. For from you sounded out the word of the Lord, not only in Macedonia and Achaia, but also in every place your faith to God-ward is spread abroad, so that we need not to speak anything. For they themselves shew of us what manner of entering in we had unto you, and how ye turned to God from idols to serve the living and true God, and to wait for his Son from heaven, whom he raised from the dead, even Jesus, which delivered us from the wrath to come. വായിച്ചു കേട്ട അനുഗ്രഹീതമായ ആ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വേദവചനങ്ങൾ ഈ ഒരാഴ്ചവട്ടം മുഴുവനും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ജീവിതത്തിലെല്ലാ നിലയിലും അത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, അത് നമ്മളോട് സംസാരിക്കുവാൻ, അത് നമ്മളെ നിത്യതയോട് അടുപ്പിക്കുവാൻ, ദൈവിക വഴിയിൽ നടക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും കർത്താവ് നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായിട്ട് ദൈവസ്നേഹത്തോട് നമ്മളെ അടുപ്പിക്കുവാൻ ഒക്കെ ഈ വചനത്തിൽ കൂടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി തിരുവചനത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അല്പസമയം കൂടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനെ നന്ദിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിക്കുവാനായിട്ട് പോവുകയാണ്. നടത്തിയ വിധങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. അപ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കാം. സാധാരണയായി നാം കൂടി വരുമ്പോൾ ഒരു മനസ്സോട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് നമ്മൾ വീണ്ടും ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. പ്രാരംഭമായിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യം, ആ ക്രൂശിൻ്റെ സാക്ഷ്യവുമായി ലോകമെമ്പാടും അനേകരെ ക്രൂശിലൂടെ നിവൃത്തിയായ രക്ഷണീയ പ്രവൃത്തി അറിയിക്കുവാൻ, അതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന, നിത്യതയിൽ ചേർക്കപ്പെടുന്ന ആ ഒരു വലിയ സ്വർഗീയ പദ്ധതിയെക്കുറിച്ച് അറിയിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ദൗത്യത്തിനായിട്ട്, ഉത്തരവാദിത്തത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. നിറപടിയായി അത് അനേകരിൽ എത്തിക്കുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ പകരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ടും തുറന്നോസിൻ്റെ പാഠശാല എന്ന സാറ്റർഡേസിലെ ബൈബിൾ ക്ലാസ്സിനായിട്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കുന്ന അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമ്മൾ അഫിലിയേറ്റഡ് ആയിരിക്കുന്ന കൊളംബസ് ബൈബിൾ ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്നർ സർക്കിളിനായിട്ട് ഈ ശുശ്രൂഷകളൊക്കെ ഏറ്റെടുത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്നർ സർക്കിളിനായിട്ടും ICPM-നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് TVക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഹിന്ദി മേഖലകളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് മഹാരാഷ്ട്രയിലെ, ഉത്തർപ്രദേശിലെ, ഒറീസയിലെ ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിലൂടെ എല്ലാം അനേകായിരങ്ങളോട് കർത്താവിൻ്റെ ഈ ക്രൂശിൻ്റെ സാക്ഷ്യം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുവാൻ, അറിയിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളെ നമുക്ക് ഓർക്കാം. പല സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രെയർ സെല്ലുകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവിടെയൊക്കെ അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായിട്ട്, അവിടെ എവിടെയായി നടക്കുന്ന കൂടിവരവുകൾക്കായിട്ട്, സഭായോഗങ്ങൾക്കായിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായിട്ട്, അവരുടെ കുടുംബങ്ങൾക്കായിട്ട്, നേതൃത്വ നിരയിൽ നിൽക്കുന്ന എല്ലാ ലീഡേഴ്സിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി, തിരുവചനവുമായിട്ട് ലജ്ജിക്കാത്ത സാക്ഷികളായി നിൽക്കുവാൻ അവരെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന പല വിഷയങ്ങളുണ്ട്. രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്നവർ, ഹോസ്പിറ്റലിൽ അഭയം തേടിയിരിക്കുന്നവർ, അതുപോലെ പല പ്രയാസങ്ങളാൽ മാനസികമായി, സാമ്പത്തികമായി ഭാരപ്പെടുന്നവരെ ഒക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് കർത്താവ് എല്ലാവരെയും അറിയുന്നു. ആ വിഷയങ്ങളൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിലെല്ലാം ദൈവത്തിൻ്റെ കരം അനുകൂലമായി കാണേണ്ടതിനായിട്ട് ദൈവം ഇടയാകട്ടെ. കുട്ടികൾ പലര് നല്ല മാർക്കോട് പാസ്സാകുവാനായിട്ട്, ഹല്ലേലൂയ, അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാനായിട്ട് ഒക്കെ ഇടയാക്കി. ചിലർ ഹയർ സ്റ്റഡീസിനായിട്ടൊക്കെ പോകുന്നു. ദൈവത്തിൻ്റെ കരം അനുകൂലമായി എല്ലാ നിലയിലും കാണുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലേക്ക് ഒരു സംവത്സരം കൂടെ പിന്നിട്ടിരിക്കുന്നവരുണ്ട്. പുതുവർഷം ജീവിതത്തിൽ ഒരു സംവത്സരം കൂടെ കർത്താവ്, ഒരായുസ്സൂടെ പിന്നിടുവാൻ കർത്താവ് സഹായിച്ചു. പല നിലകളിൽ അനുഗ്രഹം അനുഭവിച്ചവരുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന അനേകരെ പ്രാർത്ഥനയ്ക്കായിട്ട് പല വിഷയങ്ങളുമായിട്ട് ഞരക്കത്തോടെ ആയിരിക്കുന്നു. നമ്മളെ അറിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അവർ മനസ്സിൽ ഭാരത്തോടെ ആയിരിക്കുന്ന വിഷയം തിരുമുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം അതിന്മേൽ അനുകൂലമായി കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, വിടുതലും സമാധാനവും കർത്താവ് അയക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യം കർത്താവ് കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഭായോഗം കഴിയുമ്പോൾ തന്നെ അവരുടെ മൺകൂടാരങ്ങളിൽ സൗഖ്യവും സമാധാനവും ഒക്കെ അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തെ ഉയരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് തിരുനാമത്തിന് മഹത്വമായി നിൽക്കുവാൻ എല്ലാവരെയും സഹായിക്കേണ്ടതിനായിട്ട്, തുടർന്നുള്ള ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സമസ്ത വിഷയങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തിവെച്ച് ഇറക്കി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം അതിൻ്റെ മേൽ അനുകൂലമായി കാണുവാൻ ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സമസ്ത വിഷയങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി ഈ ക്രൂശിൻ്റെ വചനവുമായി അനേകരോട് കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ, ഞങ്ങളെ കാണുന്നവർ ഞങ്ങൾ കൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുവാനും, ഞങ്ങളോട് ഇടപെടുന്നവർ ഞങ്ങൾ കൂടെ ക്രിസ്തുവിനെ കാണുവാനും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൂടെ ഇരുന്നായിട്ട് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ കൂട്ടായ്മയിൽ ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന ഏത് പ്രശ്നമായിരുന്നാലും കർത്താവ് ഈ സഭയോഗം കഴിയുന്നതിന് മുമ്പേ അവരുടെ മൺകൂടാരങ്ങൾ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ സമാധാനവും സൗഖ്യവും വിടുതലും അവരനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ അവിടുത്തെ ആത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായ ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ചേർന്ന് വിശുദ്ധ സഭായോഗമായി കർത്താവിനെ ആരാധിക്കുവാൻ, പാടി സ്തുതിക്കുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലെ പ്രമോദം ഒന്നിച്ച് അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുവാനായിട്ട് ഞാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം അതിൻ്റെ 29 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 27-ാമത്തെ അധ്യായം 29 മുതൽ 32 വരെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള
കുറിയനക്കാരനെ കണ്ടു, അവൻ്റെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും പീഡാനുഭവങ്ങളെക്കുറിച്ചും ധ്യാനിക്കുന്ന തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തിൽ നിന്നാണ് നാം ഇന്ന് അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പോൾ മുതൽ കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുവാനും കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാനും ഉള്ള പാട്ടുകളാണ് നാം പാടിയത് തന്നെ. അങ്ങനെ ആ ഒരു അനുഭവത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ, അതായത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ ഒരു വിഷയം ചിന്തിക്കുവാനും അതിൽ കൂടി ഒരു ആലോചന നിങ്ങളെ അറിയിക്കുവാനും ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. കേൾക്കുന്നവർക്ക് ഏറ്റവും അനുഗ്രഹമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ വീണ്ടെടുത്ത ആ പുണ്യപ്രവൃത്തിയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനും ഓരോരുത്തരെയും ദൈവം ഇതിലൂടെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആ അവസാനത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. 32-ാമത്തെ വാക്യം. അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു, അവൻ്റെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. ഹല്ലേലൂയ. ഇവിടെ ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രം ഈ ശീമോൻ എന്ന വ്യക്തിയെ അല്പമൊന്ന് പരിചയപ്പെടുത്തുവാനും തനിക്ക് ലഭിച്ച ഭാഗ്യമോർത്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാനും നമുക്കിടയായെങ്കിൽ ആ ഒരു ഭാഗം മാത്രം ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹത്തെ പ്രാരംഭമായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം. കുറേനക്കാരനായ ശീമോൻ. ഏതാണ് ഈ കുറേന എന്ന് പറയുന്ന സ്ഥലം? ഇതാണ് ഇംഗ്ലീഷിൽ പഴയ കാലത്ത് സൈറീൻ എന്നറിയപ്പെട്ടിരുന്ന, അതായത് സൈറീൻ അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ലിബിയ എന്നറിയപ്പെടുന്ന ഒരു ആഫ്രിക്കയിലെ പ്രധാന സ്ഥലം. നമുക്കറിയാം, നമ്മൾ പലരും ആഫ്രിക്കൻ ലിബിയ എന്ന് പറയുന്ന സ്ഥലം അറിയാം. അനേകർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതും ഗദ്ദാഫിയുടെ സ്ഥലം, അങ്ങനെ നമുക്ക് ലിബിയ അറിയപ്പെടുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തെയാണ് കുറേന അല്ലെങ്കിൽ സൈറീൻ എന്ന് പഴയ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. അവിടെ നിന്നുള്ള ഒരു ആഫ്രിക്കൻ വംശജൻ, ഒരു കറുത്ത വംശജനായിരിക്കുന്ന ശിമയോൻ അല്ലെങ്കിൽ ശീമോൻ, എബ്രായ ഭാഷയിൽ ശിമയോൻ എന്ന് പറയുന്ന, സൈമൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ യെരുശലേമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ശിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അനുസരണയുള്ളവൻ അല്ലെങ്കിൽ ഒബീഡിയൻ്റ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇദ്ദേഹം ആരാണ്? എന്തിനാണ് യെരുശലേമിൽ എത്തിയിരിക്കുന്നത്? എന്താണ് ഇദ്ദേഹത്തിന് ക്രൂശുമായിട്ടുള്ള ബന്ധം? എന്തിനാണ് ഇദ്ദേഹത്തെ ക്രൂശിൽ ചുമക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നത് എന്നുള്ള വിഷയം ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. ഇസ്രായേൽ ജനം ലോകം മുഴുവനും ചിതറിപ്പാർക്കുകയാണ് എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കാതെ വന്നു കഴിഞ്ഞാൽ അവരെ ലോകം മുഴുവൻ ചിതറിക്കും എന്നുള്ളത് മോശയിക കൽപ്പനയാണ്, മോശയിക ഉടമ്പടിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ വയലിൽ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ നിങ്ങളുടെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും കൊട്ടയും ഒക്കെ അനുഗ്രഹിക്കപ്പെടും, ആടുമാടുകൾ അനുഗ്രഹിക്കപ്പെടും, പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയൊക്കെ കർത്താവ് മോശയിലൂടെ ഒരു അനുഗ്രഹ പ്രമാണം അവർക്ക് കൊടുത്തിരിക്കുക. ഇനി നിങ്ങൾ ഈ പ്രമാണം അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ഞാൻ ലോകം മുഴുവനും ചിതറിച്ചു കളയും. ഇതൊരു മോശയിക ഉടമ്പടിയാണ്. അവര് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ അന്യദൈവങ്ങളെ ആരാധിച്ച് അവർ കനാൻ ദേശത്ത് ചെന്നപ്പോൾ മുതലേ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനാലും ദൈവത്തെ കോപിപ്പിച്ചതിനാലും അവരെ ദൈവം നോർത്തേൺ കിങ്ഡമായിട്ടും സൗത്തേൺ കിങ്ഡമായിട്ടും വിഭജിക്കുകയും ഒന്ന് അശൂർ പ്രവാസത്തിലേക്കും ഒന്ന് ബാബേൽ പ്രവാസത്തിലേക്കും പോവുകയും അങ്ങനെ അവർ ലോകം മുഴുവനും ചിതറിപ്പോവുകയും ഒക്കെ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കറിയാം. ഇവർ ചിതറിപ്പോയെങ്കിലും ആ പോയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ആണ്ടിൽ 3 പ്രാവശ്യം ഇവർ യെരുശലേമിൽ എത്തിച്ചേരണമെന്നുള്ള ഒരു ദൈവിക കൽപ്പന ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിപ്പോയിരിക്കുന്ന യഹൂദന്മാരും അവർ പോയ സ്ഥലങ്ങളിൽ അനേകരോട് ആ ഒരു ദൈവിക ഉപദേശങ്ങൾ അറിയിച്ച് ഏകസത്യ ദൈവ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന യഹൂദ മതാനുസാരികളുമുണ്ട്, ജൂയിഷ് പ്രോസലൈറ്റ്സ്. അങ്ങനെ ലോകം മുഴുവനും അവരായിരിക്കുന്നുവെങ്കിലും ആണ്ടിൽ 3 പ്രാവശ്യം അവർ യെരുശലേമിൽ എത്തണം എന്നുള്ളത് ദൈവിക കൽപ്പനയാണ്. അതിനുവേണ്ടി ദൈവം അവർക്ക് 7 പെരുന്നാളുകൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്കറിയാം. ആ പെരുന്നാളുകളിൽ ഒന്നാമത്തെ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ, രണ്ടാമത്തേത് പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ, മൂന്നാമത്തേത് ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. ഈ 3 പെരുന്നാളുകളും തലേ ദിവസവും പിറ്റേ ദിവസവുമായിട്ട് ആണ്ടിൻ്റെ ആരംഭ ദിവസങ്ങളിൽ അവരാചരിക്കും. അതിന് ഒരു ഓപ്ഷണലായിട്ട് അവർക്ക് എടുക്കുവാൻ ആക്ച്വലി പാടില്ല.
ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അവരിൽ 20 വയസ്സിന് മേൽപോട്ടുള്ള എല്ലാ പുരുഷ പ്രജയും യെരുശലേമിൽ തിരിച്ചെത്തണം. അവർ വെറും കൈയോട് വരാൻ പാടില്ല. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്നും ആദ്യഫലങ്ങളിൽ നിന്നും ഒക്കെ എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി അവർ കടന്നു വരണം. അങ്ങനെ ആണ്ടിൽ 3 പ്രാവശ്യം അവർ കടന്നു വരണം. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ 3 പെരുന്നാളുകൾ അവർ ഒന്നിച്ച് ആഘോഷിക്കും. അതാണ് പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. ഈ പെരുന്നാളിനെ പൊതുവെ അവരുടെ ഇടയിൽ അവർ വിളിക്കപ്പെടുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നാണ്. അവർ പറയുന്നത് ആണ്ടിൽ 3 പ്രാവശ്യം, സംവത്സരത്തിൽ 3 പ്രാവശ്യം ദൈവസന്നിധിയിലേക്ക് വരണമെന്ന് പറയുന്നതിലെ ഒന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്ന് അവർ പറയുമെങ്കിലും ആ ഒരു പാക്കേജിൽ 3 പെരുന്നാളുകളാണ് ഒന്നിച്ച് ആഘോഷിക്കുന്നത്. പെസഹ, പുളിപ്പില്ലാത്ത അപ്പം, അതുപോലെ തന്നെ ആദ്യഫലം. അത് കഴിഞ്ഞിട്ട് അടുത്ത 50 ദിവസം എണ്ണി 50ാമത്തെ നാൾ വാരോത്സവം എന്ന് പറയുന്ന അടുത്തൊരു പെരുന്നാൾ വരും. ഇതിനെയാണ് നമ്മൾ പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. പെന്തക്കോസ്റ്റ് എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കാണ് പെൻറ്റാക്കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ എബ്രായ ഭാഷയിൽ അതിനെ വാരോത്സവം എന്നറിയപ്പെടുന്ന എബ്രായ പദമാണ് ഉപയോഗിച്ചിരുന്നത്. എന്താണ് വാരോത്സവം എന്ന് പറയാൻ കാര്യം? 7 ശബത്തുകൾ കഴിഞ്ഞുള്ള ദിവസം, അതായത് ഒരാഴ്ചയിലെ ശബത്ത് എന്ന് പറയുന്ന നാൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധിയോടും വേർപാടോടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയും ദൈവത്തെ പാടി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. അന്ന് വേറൊരു വേലയിലും അവർ ഏർപ്പെടുവാനായിട്ട് കഴിയത്തില്ല. പൂർണ്ണമായിട്ട് വേർതിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കേണ്ട ഒരു ദിവസമാണ്. അത്തരം 7 ശബത്തുകൾ, 7 ഏഴുകൾ കഴിഞ്ഞുള്ള അടുത്ത ദിവസം, അതായത് 7 7 49 ദിവസം കഴിഞ്ഞുള്ള അടുത്ത ദിവസം, അതാണ് 50ാമത്തെ ദിവസം. ഇതിനെയാണ് വാരോത്സവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് അവർ പറയുന്നത്. അതിൻ്റെ പ്രത്യേകത, അന്നാണ് അവർക്ക് സീനായിൽ വെച്ച് ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും കൽപ്പലകയിൽ എഴുതി കൊടുക്കുന്നത്. അതാണ് പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ പ്രസക്തി. അതവർ ആഘോഷിക്കുവാനായിട്ട് ഇവിടെ തിരിച്ചെത്തണം. അതുപോലെ തന്നെ അതിനുശേഷം ഒരു 4 മാസം കഴിയുമ്പോൾ അതിനിടയിലുള്ള കൊയ്ത്തിൻ്റെയും ഫലശേഖരണത്തിൻ്റെയും കാലാപുറക്കിൻ്റെയും ഒക്കെ സമയമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 3 പെരുന്നാളുകൾ അടുത്ത ഒരു സെറ്റ് പെരുന്നാളുകളായിട്ട് വരും. അതിനെയാണ് കാഹള പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ എന്ന് പറയും. ഇതിനെ ഇവരുടെ ഇടയിൽ വിളിക്കപ്പെടുന്നത് കൂടാര പെരുന്നാൾ എന്നാണ്. ജനറലി അവർ പറയപ്പെടുന്നത് കൂടാര പെരുന്നാൾ എന്നാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചത് 7 പെരുന്നാളുകൾ ദൈവം ഇവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ലോകം മുഴുവനും യഹൂദൻ ചിതറിപ്പാർക്കുകയാണ്. ഇവരെയാണ് ഡയസ്പോറ ജ്യൂസ് എന്ന് പറയുന്നത്. ഡിസ്പേഴ്സ്ഡ് ആയി പോയിരിക്കുന്ന പരദേശികൾ, ലോകമെമ്പാടും പരദേശികളായി പോയിരിക്കുന്നവർ. അങ്ങനെയാണ് അവർ കേരളത്തിലും എത്തിയിരുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മിൺസിനേക്കാളേറെ യഹൂദിയ സാന്നിധ്യം കേരളത്തിലുണ്ടായിരുന്നു. അന്ന് ബ്രാഹ്മൺസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശ്രീ ശങ്കരാചാര്യരുടെ കാലത്തിന് ശേഷമാണ് ചാതുർവർണ്ണ്യം ഏർപ്പെടുത്തുന്നതും ബ്രാഹ്മൺ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ എന്നൊക്കെ ആ ഒരു ഹിന്ദു വിശ്വാസത്തെ 4ആയിട്ട് തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്ന് ഉണ്ടായിരുന്ന നമ്പൂതിരിമാരെക്കാൾ ഏറെ യഹൂദിയ സാന്നിധ്യം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ലോകമെമ്പാടും ഇവർ ചിതറിക്കിടക്കുകയാണെങ്കിലും ഈ യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ആണ്ടിൽ 3 പ്രാവശ്യം യെരുശലേമിലേക്ക് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അവർ മടങ്ങിയെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കല്ല അതൊരു കാട്ട് മനുഷ്യർ താമസിക്കുന്ന രാജ്യമായിരുന്നു, അല്ലെങ്കിൽ അവർ നരഭോജികളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഒരു പിതൃ പാരമ്പര്യം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹിസ്റ്ററി നോക്കി, ഒരു ലെഗസി നോക്കിക്കഴിഞ്ഞാൽ യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ഒക്കെ അനേകം പാർത്തിരുന്ന സ്ഥലങ്ങൾ നമുക്ക് ആഫ്രിക്കയിൽ കാണുവാനായിട്ട് കഴിയും. BC-യിലെ ഈ സൈറീൻ, ഈ ഖുറേനയിലൊക്കെ യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമുണ്ട്. നമുക്കറിയാം കൂശ്യ വംശജർ, അവർ ദാൻ ഗോത്രത്തിൽ നിന്ന് ഒരു വലിയ ഭാഗം കൂശ്യ ദേശം, അതായത് എത്യോപ്യയിൽ കുടിയേറി പാർത്തിരുന്നവരുണ്ട്. അവിടെ നിന്നൊക്കെ അനേകര് കാൽനടയായിട്ട് ആണ്ടിൽ 3 പ്രാവശ്യം യെരുശലേമിലെത്തും. ഈ കൂശ്യൻ, അതായത് ഈ എത്യോപ്യയിൽ നിന്നും ആ ഭണ്ഡാര വിചാരകനാണ് തേരിൽ യെരുശലേമിലേക്ക് വരുന്നത്. ഇവരൊക്കെ യഹൂദ മതാനുസാരികളും യഹൂദന്മാരും അവിടെ കുടിയേറി പാർക്കുന്നവരും ഒക്കെ അനേകരുണ്ട്. അതിലൊരാളാണ് നാം ഈ കാണുന്ന ശിമയോൻ എന്ന ഖുറേനക്കാരനായ ശീമോൻ. ഹല്ലേലൂയ. ഞാൻ അത്രയും ചരിത്രം പറഞ്ഞത് അതിൻ്റെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. ഈ ഖുറേന എന്ന് പറയുന്നത് യെരുശലേമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 850 മൈൽ ദൂരെയാണ്. അവിടെ നിന്നും യെരുശലേമിൽ എത്തണമെന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് ട്രാൻസ്പോർട്ട് ബസ്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിനോ ഫ്ലൈറ്റോ ഒന്നുമുള്ള കാലമല്ല.
ആകെ അവർക്കുള്ളത് വള്ളം കപ്പലുകളാണ്. പിന്നുള്ളത് ഒട്ടകവും കോവർ കഴുതയും മാതിരിയുള്ളതും പിന്നെ കാൽനടയുമാണ്. അന്നത്തെ ഏറ്റവും വലിയ യാത്ര കാൽനടയിലായിരുന്നു. അവിടെ നിന്നും, അതായത് കുറേനയിൽ നിന്നും ലിബിയയിൽ നിന്നും എരുസലേമിൽ എത്തണമെന്നുണ്ടെങ്കിൽ 850 മൈൽ ദൂരമാണ്. അതിന് 58 ദിവസമാണ് ഒരു കണക്ക് ഞാൻ മനസ്സിലാക്കിയത്, വായിച്ചപ്പോൾ കാണുവാനായിട്ട് ഇടയായത്. 58 ദിവസം ദിനരാത്രങ്ങൾ നടന്നാലാണ് നാം ഇവിടെ ലിബിയയിൽ നിന്നും എരുസലേമിൽ എത്തുന്നത്. കോവർ കഴുതയിലോ ഒട്ടകത്തിലോ വന്നു കഴിഞ്ഞാൽ 33-34 ദിവസം. അതുപോലെ തന്നെ കപ്പൽ മാതിരിയുള്ള കടൽ മാർഗം വരികയാണെന്നുണ്ടെങ്കിൽ 7 ദിവസം 8 ദിവസം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനേക ദിനങ്ങൾ പ്രിപ്പറേഷനോടുകൂടി, വളരെ ഒരുക്കത്തോടുകൂടി, പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടിയാണ് അവർ ഈ ദേശത്തൊക്കെ പിൽഗ്രിമേറ്റ്സ് ആയിട്ട് എരുസലേമിൽ എത്തിച്ചേരുന്നത്. ദൈവം അത് ആഗ്രഹിച്ചിരുന്നു. അവരെല്ലാവരും അവിടെ എത്തിച്ചേരുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചിരുന്നു. നമുക്കറിയാം, പെന്തക്കോസ്ത് പെരുന്നാൾ വന്നപ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 9, 10, 11 ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പെന്തക്കോസ്ത് പെരുന്നാളിൽ ജനങ്ങൾ വന്നുകൂടിയിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം അതിൻ്റെ 9, 10, 11. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: പാർത്യരും മേദ്യരും ഏലാമ്യരും, കണ്ടില്ലയോ, ഇതെല്ലാം ഓരോ ദേശക്കാരാണ്. പാർത്യരും മേദ്യരും ഏലാമ്യരും മെസപ്പൊത്താമ്യയിലും യഹൂദ്യയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും പൃങ്കിയയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും, നമ്മുടെ സ്ഥലമാണ്, ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ ഇവരൊക്കെയും. ഏകദേശം 15 രാജ്യങ്ങളുടെ പേരാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ വാക്കിൽ, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിരിക്കുക. ഇത് ഒരു സാമ്പിളാണ് അതിൻ്റെ. ഇതുപോലെ ലോകം മുഴുവനുള്ള യഹൂദന്മാർ ചിതറി പാർക്കുന്നവരെല്ലാം പെന്തക്കോസ്ത് പെരുന്നാൾ കാരണം അവിടെ എത്തിയിരിക്കുക. അതുപോലെ തന്നെ ഈ കുറേനക്കാരനായ ശീമോൻ ഇവിടെ എത്തിയിരിക്കുന്നത് പെസഹ പെരുന്നാളിന് എത്തിയിരിക്കുക. പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ആദ്യഫലക്കറ്റയുടെ പെരുന്നാളും കൂടെ ചേർന്ന് ആഘോഷിക്കുവാനായി ആണ്ടിൻ്റെ പ്രാരംഭ ദിനങ്ങളിൽ അവരവിടെ എത്തിച്ചേർന്നിരിക്കുക. ഇദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ വലിയ പ്രിപ്പറേഷനോടുകൂടി, വലിയ ആഗ്രഹത്തോടുകൂടി യെരുശലേം ദേവാലയത്തിൽ ആരാധിക്കുവാനും യെരുശലേമിന്റെ തെരുവുകളിൽ കൂടെയൊക്കെ നടക്കുവാനും ഒക്കെയുള്ള ആ ഒരു സന്തോഷം, ഒരു തീർത്ഥാടനം. മനസ്സിലായ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ മക്കയിൽ ഹജ്ജ് ആഘോഷത്തിന് വേണ്ടി പോകുന്നത് പോലെ എത്രയോ പ്രിപ്പറേഷനോടുകൂടിയാണ് പോകുന്നതെന്നറിയാമോ? അവിടെ നിന്നും അവരാ കൊണ്ടുവരുന്ന സംസം എന്നൊക്കെ പറയുന്ന വെള്ളവും അതൊക്കെ കുടിക്കുന്നതൊക്കെ എത്രയോ വലിയ ആഗ്രഹത്തോടാണെന്നറിയാം. എന്ന് പറഞ്ഞതുപോലെ ഇവർ വളരെ ആഗ്രഹത്തോട്, വളരെ സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടി എത്തിച്ചേർന്നിരിക്കുക. ഈ ശീമോനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നടന്നു, കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ കയറി താൻ ഇവിടെ എത്തിയിരിക്കുക. എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ട 32-ാമത്തെ വാക്യം മാത്രം ഞാനൊന്ന് വായിക്കാം. അവിടെ പറയണം, മത്തായി 27:32 മാത്രം ഞാനൊന്ന് വായിക്കാം. അവിടെ പറയുകയാണ്, അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു, അവൻ്റെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനുള്ള ഒരുക്കങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പീഡാനുഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുക. കർത്താവിനെ അടിച്ച് അവശനാക്കി വീണും എഴുന്നേറ്റും കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് രക്തത്തിൽ കുളിച്ച് ഗബദായുടെ കുലത്തളം മുതൽ അടിച്ച് വസ്ത്രമൂരി ആക്ഷേപിച്ച് തലയിൽ ഒരു മുൾക്കിരീടം വെപ്പിച്ച് കർത്താവിനെ അടിച്ച് അവിടെ നിന്നും തന്നെ കാൽവരി ക്രൂശിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഗോൽഗോത്ത തലയോടിടമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടത്തിച്ചു കൊണ്ട് പോവുകയാണ്. അവർ പോകുന്നത് യെരുശലേം തെരുവീതികളിൽ കൂടിയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ അനേകർ തെരുവിൽ നിന്ന് ഇത് കാണുന്നുണ്ട്. ഇത് ചെയ്യുന്നത് റോമൻ പടയാളികളാണ്. എന്നാൽ യഹൂദന്മാർ കർത്താവിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നവർ അനേകായിരങ്ങൾ, കർത്താവിന് അനുകൂലമായിട്ട് തിരിഞ്ഞിരിക്കുന്നവർ ചുരുക്കം പേരാ. ഇവനെ ക്രൂശിക്കുക, ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നോട്ടെന്ന് ആക്രോശിച്ചുകൊണ്ട് അനേക യഹൂദന്മാർ അക്കൂട്ടത്തിൽ കൂടിയിരിക്കുക. റോഡിൻ്റെ 2 സൈഡുകളിലും ആൾക്കാരുണ്ട്. ആ തെരുവീതിയിൽ കൂടി കർത്താവിനെ ഭാരമേറിയ കുരിശും മരക്കുരിശും ചുമന്നുകൊണ്ട് ക്രൂശിക്കാനുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരു യാത്രയാണ്. നമുക്കത് നമ്മുടെ മനസ്സിലൊന്ന് ധ്യാനിക്കാം, നമുക്കത് കാണുവാനായിട്ട് കഴിയും. ആ തെള്ളിനിടയിൽ നിൽക്കുന്ന ഒരാളെ ഒരു റോമൻ പടയാളികൾ നോക്കുമ്പോൾ അവർക്കൊരു യഹൂദനെ വിളിക്കുവാനായിട്ട് പറ്റത്തില്ല. കർത്താവിന് ഇവിടെ ഹെൽപ്പ് ആവശ്യമാണ്.
സഹായം ആവശ്യമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാരമേറിയ കുരിശുമായിട്ട് അങ്ങ് തലയോടിടം എന്ന് പറയുന്ന സ്ഥലം വരെ എത്തിച്ചേരത്തില്ല. വീണും എഴുന്നേറ്റും ആ ഭാരം, അതുപോലെ തന്നെ പുറമെല്ലാം അടിച്ച്, കൈകാലുകളെല്ലാം അടിച്ച് പൊട്ടിച്ച്, ഉഴവ് ചാല് പോലെ കീറി രക്തം അതിൽ കൂടെ ധാരധാരയായി ഒഴുകി, ആ ക്രൂശിൽ കൂടെ തന്നെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക. കാര്യം അത് തോളിലിരിക്കുകയാണ്. അതുകൊണ്ട് നടക്കുവാനോ എഴുന്നേൽക്കുവാനോ കഴിയാത്ത രീതിയിൽ താനായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും തനിക്ക് സപ്പോർട്ട് ആവശ്യമാണ്. അതിനുവേണ്ടി ആരും സപ്പോർട്ടിന് കൂടില്ല. കൂടെ ഉണ്ടായിരുന്നവരും അനുഗ്രഹങ്ങൾ അനുഭവിച്ചവരും നന്മകൾ പ്രാപിച്ചവരും ഒന്നും ഇപ്പോൾ സഹായത്തിനില്ല. എന്തിനധികം പറയുന്നു, 12 ശിഷ്യന്മാർ പോലും ആ കൂട്ടത്തിൽ തന്നോട് സഹായത്തിനായിട്ടില്ല. ആ ക്രൂശ് ചുമക്കുവാനായിട്ട്, അതിന് സഹായത്തിനായിട്ട് ആരും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ റോമൻ പടയാളികൾക്ക് ആരെയെങ്കിലും ഒരാളെ വിളിക്കാൻ പറ്റത്തില്ല. യഹൂദന്മാരിൽ ആരെയും വിളിച്ച് ചുമപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. കാര്യം ഈ ക്രൂശ് ചുമക്കുക, ഒരാളെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ആ ക്രൂശ് വേറൊരാൾ ചുമക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നീചവും നിന്ദ്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഒരുത്തരെയും അത് ബലാത്കാരമായിട്ട് ഏൽപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. പിന്നെ അവർ നോക്കുന്നത് ഈ ദേശക്കാരല്ലാത്തവരാരുണ്ട്, യഹൂദനല്ലാത്ത ആരുണ്ട്, ഈ കൂട്ടത്തിൽ നിൽക്കുന്നവർ ആരാണ്, ഔട്ട്സൈഡർ, അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവനെ പിടിച്ച് ബലാത്കാരമായിട്ട് ഏൽപ്പിക്കുവാനേ കഴിയത്തുള്ളൂ. അങ്ങനെ അവരിങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കറുത്ത വംശജൻ ഇതിനിടയിൽ നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെയാണ് ശീമോന്റെ നമ്പർ വീഴുന്നത്. ശീമോനെ അവർ വിളിക്കുന്നത്. അവർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന്, റോമൻ പടയാളികൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശീമോനെ വിളിക്കുകയാണ്, ഹേ യു ബ്ലാക്ക് മാൻ കം ഫോർവേഡ് എന്നുള്ള നിലയിലാണ് ആ കറുത്ത മനുഷ്യനെ വിളിച്ച് ഈ ക്രൂശ് ചുമക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നത്. ഈ ശിമിയോനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഗ്രഹത്തോടും സമർപ്പണത്തോടും കൂടി താൻ യെരുശലേമിൽ എത്തിയത്. കർത്താവിനെ ആരാധിക്കുവാനായിട്ടും യെരുശലേം ദേവാലയത്തിൽ കുമ്പിടുവാനായിട്ടും തൊഴാനുമായിട്ടും ഒക്കെ എത്തിയത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഇങ്ങനൊരു വലിയ ശിക്ഷയാണ് തന്നെ ഏൽപ്പിക്കുന്നത്. ആ റോമൻ പടയാളികൾക്ക് എതിരായിട്ട് തിരിഞ്ഞു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. തന്നെ വിളിച്ച് ബലാത്കാരമായിട്ട് ആ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. അത് ഏൽപ്പിക്കുമ്പോൾ തനിക്ക് മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതേറ്റേ പറ്റത്തുള്ളൂ. ഇതാരാണ്, എന്തിനാണ് ക്രൂശിക്കുന്നത്, എന്താണ് കർത്താവ് ചെയ്ത കുറ്റം, ഇതൊന്നും തനിക്ക് അറിയത്തില്ല. പക്ഷെ തന്നിൽ ബലാത്കാരമായിട്ട് തന്നെ ആ ഒരു ക്രൂശ് ചുമക്കുവാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ ശിമയോൻ അതിനുവേണ്ടി തോള് കൊടുക്കുകയാണ്. അങ്ങനെ നിർബന്ധത്താലാണെങ്കിലും കർത്താവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ ആ കറുത്ത കരം ആ ക്രൂശിൽ പിടിക്കുകയാണ്. ആ ക്രൂശിൽ പിടിക്കുമ്പോഴേ ശിമോന് മനസ്സിലാകും തൻ്റെ കയ്യിൽ കൂടി ആ രക്തം ഒഴുകിയിറങ്ങിയ ആ ക്രൂശ് നിറയെ രക്തവും കർത്താവിനെ അടിച്ച് ചൂണ്ട പോലെയുള്ള ചാട്ട അതിൽ കൂടെ അടിച്ച് ശരീരത്തിൽ നിന്ന് മാംസഭാഗങ്ങൾ പറഞ്ഞ് അതുപോലെ അതിൽ കൂടെ എല്ലാം രക്തം ഒഴുകി അങ്ങനെ ആയിരിക്കുന്ന ആ ക്രൂശ് എടുത്തു കഴിയുമ്പോൾ, അതിൽ പിടിച്ചു കഴിയുമ്പോൾ, ആ കറുത്ത കരങ്ങൾ ആ ക്രൂശിൽ പിടിച്ചു കഴിയുമ്പോൾ ആ കയ്യിൽ കൂടെ ആ രക്തം ഒഴുകുന്നത് കാണുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ശിമോന് മനസ്സിലായി, ഒരു കുറ്റമില്ലാത്ത രക്തത്തെയാണ് ഇവർ ഉപദ്രവിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാവുകയും താൻ ആ ക്രൂശ് ചുമക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിനെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ നീചമായ, വളരെ ദയനീയമായ ആ ക്രൂശിൻ്റെ ആ ഒരു പീഡാനുഭവമൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സുവിശേഷ ഭാഗങ്ങളിലൊക്കെ അത് വിവരിച്ചിട്ടുണ്ട്. ഞാൻ ആ സുവിശേഷത്തിലേക്ക് കടക്കുന്നില്ല. സങ്കീർത്തനത്തിലെ 22-ാമത്തെ സങ്കീർത്തനത്തിൽ അതേക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങളെയൊന്ന് വായിച്ച് ഒന്ന് കേൾപ്പിക്കാം. എത്രമാത്രം ദാരുണമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കർത്താവ് കടന്നു പോയതെന്നുള്ളത്. ദാവീദ് എന്താ പറയുന്നത്, പ്രാവചനിക ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 22-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 12 മുതൽ ചില ഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കർത്താവിൻ്റെ ക്രൂശീകരണം, ലോകത്തിൽ കർത്താവ് വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന ആളാണ് ദാവീദ്. ആ ദാവീദ് പരിശുദ്ധാത്മാവിനാൽ പ്രാവചനിക ഭാഷയിൽ സങ്കീർത്തനം എഴുതിയപ്പോൾ 22-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുക, അനേക കാളകൾ എന്നെ വളഞ്ഞു. കർത്താവിനെ ചുറ്റും നിന്ന് അടിക്കുന്ന യഹൂദന്മാരെ, ഈ റോമൻ പടയാളികളെയാണ് ഈ പറയുന്നത്. അനേക കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു, ഭൂഭുക്ഷിയോട് അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. കർത്താവ് ആ ഒരു കഷ്ടാനുഭവം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടിരിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു,
ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം കർത്താവിൻ്റെ ആ കഷ്ടാനുഭവത്തെ ദാവീദ് വിവരിച്ചിരിക്കുന്നത് ദർശനിക ഭാഷയിൽ, പ്രാവചനിക ഭാഷയിൽ തനിക്ക് പരിശുദ്ധാത്മാവിനാൽ നടക്കാൻ പോകുന്ന സംഗതിയെക്കുറിച്ച് ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിക്കുന്നത്. ഇത് അച്ചട്ടായിട്ട് അതുപോലെ ഈ കഷ്ടാനുഭവങ്ങൾ കർത്താവ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയിലാണ് ശീമോനെ, കുറേനയിൽ നിന്ന് വന്ന പിൽഗ്രിമേറ്റ് ആയിട്ട് വന്ന ശീമോനെ ഈ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാനായിട്ട് തന്നെ ഏൽപ്പിക്കുന്നത്. കറുത്ത വംശക്കാരനാണ്. നമുക്കൊക്കെ വിചാരിക്കാം ആ കാലഘട്ടത്തിൽ അധികം വർഗവിവേചനം, വർണ്ണവിവേചനമില്ല, റേസിസം ഇല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അക്കാലം മുതലേ ഈ റേസിസവും ഈ വർണ്ണവിവേചനവും ഒക്കെ സാരമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അവരുടെ ഇടയിൽ നിന്നും കറക്റ്റ് ഒരു ഔട്ട്സൈഡർ, ഒരു വിദേശിയാണ് വന്നിരിക്കുന്നത്, കറമ്പനാണ്, കണ്ടു കഴിഞ്ഞപ്പോഴേ അവൻ്റെ നേരെ ആക്രോശിക്കുകയും അവനെ വിളിച്ച് ഈ ക്രൂശ് ചുമക്കുവാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്യുക. അവന് ഈ ക്രൂശ് ചുമന്നത് ഏറ്റവും അനുഗ്രഹമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ ആ കുറേനക്കാരനായ ശിമോന് കിട്ടിയ ഭാഗ്യം, അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ദൈവം ആ ഒരു വലിയ മഹാദൗത്യം, ആ ഒരു വിളിയിലേക്കാണ് നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത്. നമ്മൾ പലരും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവിനെ അന്ന് ഞാനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന അനേക ദൈവസ്നേഹികൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ആ ഒരു വലിയ വിളിയാണ് എക്സാക്ട്ലി ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നോടും നിങ്ങളോടും കർത്താവ് അപേക്ഷിക്കുന്നത്. എൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് എന്നെ അനുഗമിക്കാം. ഹല്ലേലൂയ. ആ ക്രൂശിൻ്റെ വചനം, ആ ക്രൂശിലൂടെ കർത്താവ് എന്താണ് ചെയ്തത്, ആ ക്രൂശിലൂടെ മാനവരാശിക്ക് നിവൃത്തിയായ രക്ഷണ്യ പ്രവൃത്തി എന്താണെന്ന് മറ്റുള്ളവരെ വിളിച്ചറിയിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ആ ക്രൂശ് ചുമക്കുന്നതിന് തുല്യമായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പല പ്രയാസങ്ങളുണ്ടാകാം, പീഡനങ്ങളുണ്ടാകാം, കഷ്ടപ്പാടുകളുണ്ടാകാം, മാനനഷ്ടമുണ്ടാകാം, നമുക്ക് നിന്ദിക്കപ്പെടാം, നമ്മൾ അപമാനിക്കപ്പെടാം, നമ്മൾ അടികൊള്ളപ്പെടാം, നമ്മുടെ പണം നഷ്ടമായെന്ന് വരാം, പലതും സംഭവിക്കാം. പക്ഷെ ആത്മാർത്ഥതയോട് കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാനായി സമർപ്പിച്ചു കൊടുക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ അതാണ് നിങ്ങളോട് വാസ്തവമായിട്ട് ഈ മെസ്സേജിൽ കൂടി അപേക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ ക്രൂശിൻ്റെ വചനം ലോകത്തെ അറിയിക്കുവാൻ, ഇത് അനേകരോട് പ്രസിദ്ധമാക്കുവാൻ, അനേകരെ ഈ ക്രൂശിലേക്ക് ആനയിക്കുവാൻ, ഇതിലൂടെ രക്ഷ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അന്ന് ആ കുറേനക്കാരനായ ശീമോൻ ഫിസിക്കലി എന്ത് ചെയ്തോ അതേ ശുശ്രൂഷ, ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ടു ദാറ്റ്. ആ ശുശ്രൂഷയാണ് ഇന്ന് ഈ ക്രൂശിലൂടെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുവാൻ, ഈ ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് അറിയിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതെന്താണെന്നറിയാമോ? വലിയ മഹാദൗത്യമായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതാണ് ഗ്രേറ്റ് കമ്മീഷനായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, കർത്താവിൻ്റെ ആ ക്രൂശ് ചുമക്കുവാനായിട്ട്. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ, അതായത് ഈ പാപം, ഈ ലോകത്തിൻ്റെ പാപത്തെ കണക്കിടാതെ, എൻ്റെയും നിങ്ങളുടെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന 800 കോടിയിലധികം മാനവരാശിയുടെ പാപത്തെ കണക്കിടാതെ ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ കൂടെ യാഗമായതിൽ നിന്ന് ആ കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലൂടെ പിതാവായ ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ആ റീകൺസിലിയേഷൻ, മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ, ആ നിരപ്പിൻ്റെ ശുശ്രൂഷ, പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ കണക്കിടാതെ നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുക. ക്രിസ്തുവിൽ, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ഇന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു കാലമാണ്. അത് വിളിച്ചോതുവാൻ, അത് വിളിച്ചറിയിക്കുവാൻ, അത് പ്രസിദ്ധമാക്കുവാൻ, അത് അനേകരിൽ എത്തിക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. എന്നാൽ കുറേനക്കാരനായ ശിമോൻ കർത്താവിൻ്റെ ക്രൂശ് ചുമന്നതിന് തുല്യമായ അത്രത്തോളം മഹത്വമേറിയ ഒരു ശുശ്രൂഷയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് ഈ ലോകത്തിൽ നമുക്ക് അംഗീകാരം ലഭിക്കത്തില്ല. അതിന് ഈ ലോകത്തിൽ നമുക്ക് ഒത്തിരി കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിന്ദയും ഒക്കെ ചുമക്കേണ്ടതായിട്ട് വരും. കർത്താവിന് ലഭിച്ചതിനേക്കാൾ വലിയൊരു അംഗീകാരം നമ്മൾ പ്രതീക്ഷിക്കല്ല. അതിനേക്കാൾ കൂടുതലൊന്നും ഈ ലോകം നമുക്ക് തരത്തില്ല. ഈ ലോകം കർത്താവിനെ പകച്ചെങ്കിൽ അതിലേറെ നമ്മെ പകയ്ക്കും.
അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട്, കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ഒരു വലിയ അനുഗ്രഹങ്ങളോ ബ്ലെസ്സിങ്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ആയുരാരോഗ്യ സൗഖ്യമോ സമ്പത്തോ ഒക്കെ പ്രതീക്ഷിക്കല്ല. അതല്ല നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു നിത്യതയുടെ തുറമുഖത്ത് നമ്മളെത്തും. നമ്മളൊരു അക്കരെ നാട്ടിൽ നമ്മളെത്തും. നാം ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ പേര് വിളിച്ച് നമുക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശ് ചുമന്നവൻ എന്നുള്ള ആ പേരിന് നമ്മൾ ഓഹരിക്കാരായിത്തീരും. കർത്താവിൻ്റെ ക്രൂശ് പ്രസിദ്ധമാക്കിയവൻ എന്നുള്ള പേരിന് നമ്മൾ ഓഹരിക്കാരനായിത്തീരും. പേര് ചൊല്ലി വിളിച്ച് മഹത്വത്തിൻ്റെ കിരീടം, ഹല്ലേലൂയ, മഹത്വത്തിൻ്റെ എന്താ പറയുന്നത്, ഓരോ ലെയറുകളായിട്ട് നാം ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ദൈവം നമുക്ക് പ്രതിഫലം തരും. അതിനായിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. ഈ കുറേനക്കാരനായ ശിമോനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്കൊരു വലിയ സഹതാപം തോന്നാറുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നമുക്കില്ലല്ലോ, ആ ഒരു അവസരം നമുക്കിന്ന് കിട്ടത്തില്ലല്ലോ, അത് കഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കേണ്ട. സെയിം ഓപ്പർച്യൂണിറ്റി ഇന്ന് ഓപ്പണാ. ആ പൊസിഷൻ ഇന്ന് അനേക ആയിരങ്ങൾക്ക് ആ ജോലി ചെയ്യുവാൻ ഇന്ന് വേക്കൻ്റ്. വേലയോ അധികമുണ്ട്, വേലക്കാരോ ചുരുക്കമാകിയാൽ ആരെ ഞാൻ ഇനി അയക്കും, ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ള ആ വചനം ഇന്നും വാലിഡാ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, ആ ക്രൂശ് ചുമക്കുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിൽ പ്രേരിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യാണ്. കുറേനക്കാരനായ ശിമോൻ നിർബന്ധത്താൽ ആ ക്രൂശ് ചുമന്നു. എന്നാൽ അവനത് അറിഞ്ഞില്ല. എന്താണ് ചുമക്കുന്നതെന്ന് അവൻ അറിയത്തില്ല. ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ താൻ ചെയ്യാത്ത കുറ്റത്തിന് താൻ ദണ്ഡനം അനുഭവിക്കുന്നുവെന്ന് തനിക്ക് മനസ്സിലായെങ്കിലും ആരാണ് ഈ കഷ്ടം അനുഭവിക്കുന്നത്, എന്താണ് അതിലൂടെ നിറവേറുന്നത്, ആ ക്രൂശിൻ്റെ മഹത്വം എന്താണ്, എന്തിലാണ് കുറേനക്കാരൻ പിടിച്ചിരിക്കുന്നത്, ആ ക്രൂശ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു 0.001 പോലും അതിൻ്റെ മഹത്വം എന്താണെന്ന് തനിക്ക് അറിയത്തില്ല. എന്നാൽ ഇന്ന് നമ്മൾ അതിനെ അറിഞ്ഞുകൊണ്ട് ആ ക്രൂശ് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ മഹത്വം കണ്ട സാക്ഷികളായി, കർത്താവിൻ്റെ മഹിമ കണ്ട, ആ ക്രൂശിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് ഇന്ന് നാം ആ ക്രൂശിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഈ ശിമോൻ ആ ക്രൂശ് ചുമന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് എന്ത് കിട്ടിയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആ ക്രൂശ് ചുമന്നപ്പോൾ മുതൽ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്ന ഒരുത്തരെയും ദൈവം വിട്ടുകളയത്തില്ല. ദൈവം അവരെ ഉപേക്ഷിക്കത്തില്ല. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നറിയപ്പെടുന്നത് മത്തായി, മാർക്കോസ്, ലൂക്കോസ് എന്ന് പറയുന്ന 3 സുവിശേഷങ്ങൾ. സിനോപ്റ്റിക്കൽ ഐഡന്റിക്കൽ ഗോസ്പൽസ് എന്നറിയപ്പെടുന്ന ആ 3 ഗോസ്പലിലും ഈ ശിമയോന്റെ പേര് എഴുതി ചേർത്തിരിക്കുക. കുറേനക്കാരനായ ശിമോൻ. അല്ലെങ്കിൽ ഈ തിരുവചനത്തിൽ ശിമോനെ കുറിച്ച് ഈ തിരുവചനത്തിൽ എഴുതി ചേർത്തിരിക്കുക. ഹല്ലേലൂയ. ഈ 3 ഗോസ്പലിലും താൻ ചെയ്ത പ്രവൃത്തികൾ ഈ തിരുവചനത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ 3 കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞ് ഓർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുക. എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം? ഞാൻ എന്തുകൊണ്ടാണ് ശിമോനെ കുറിച്ച് ഇത്രയും പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ആഫ്രിക്കയിലുള്ള ഒരു എന്താ പറയുന്നത്, ഒരു കാട്ടുജാതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, നരഭോജി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആ ഒരു ജൂവിഷ് ലെഗസി ഉള്ള ഒരു നാടാണ് ഈ കുറേന എന്നും ലിബിയ എന്നും അല്ലെന്നുണ്ടെങ്കിൽ കൂശ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലങ്ങൾ എന്ന് നമ്മൾ മറന്നു പോകല്ല. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം ഞാൻ നിങ്ങളെ ഇതിനോടുള്ള ബന്ധത്തിലൊന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. ഇവിടെ നമ്മൾ വായിച്ചത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ മർക്കോസ് ഈ വിഷയം എഴുതി തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. 15-ാമത്തെ അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അടുത്ത വാക്യം: അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവൻ്റെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. ഇവിടെ കണ്ടില്ലേ, ക്രൂശ് ചുമന്നത് ഏകദേശം AD 30-33 കാലഘട്ടങ്ങളിലാണെങ്കിലും ഏകദേശം AD 60 ആയി കഴിഞ്ഞപ്പോഴത്തേന് മർക്കോസ് ഈ സുവിശേഷം എഴുതുന്ന കാലമായി കഴിഞ്ഞപ്പോഴത്തേന് മർക്കോസ് എഴുതിയിരിക്കുകയാണ്: അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായ ശിമോനെ അവർ ക്രൂശ് ചുമക്കുവാനായി ഏൽപ്പിച്ചു. ആരാ ഈ അലക്സാണ്ടർ എന്നും റൂഫസ് എന്നും അറിയാമോ? ഈ ക്രൂശ് ചുമന്ന ഈ കുറേനക്കാരനായ ശിമോന്റെ 2 ആൺമക്കളാണ്. അവർ രണ്ടുപേരും ഇന്ന് ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീർന്നിരിക്കുക. ഹല്ലേലൂയ.
നിങ്ങൾ ആ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാനാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലമുറയെ കർത്താവ് അനുഗ്രഹിക്കും. എല്ലാ നിലയിലും അവർ മാനിക്കപ്പെടും, അവരനുഗ്രഹിക്കപ്പെടും. ഇന്ന് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ നിങ്ങൾ ഇറങ്ങിയാൽ, ഹല്ലേലൂയ, നീതിമാന്റെ സന്തതി അപ്പം ഇറക്കുന്നത് കണ്ടിട്ടില്ല എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പൻ എന്നുള്ള പേരിൽ ശീമോൻ അറിയപ്പെടുന്ന നിലയിൽ അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ശീമോൻ്റെ മക്കളാണ് അലക്സാണ്ടറും റൂഫസും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇവരെ നമുക്ക് പിന്നീട് കാണുവാനായിട്ട് കഴിയും. ഈ ശീമോന് ആ ക്രൂശ് ചുമന്നതിന് ശേഷം അവൻ മനസ്സിലായി അവൻ എന്താണ് ചെയ്തിരിക്കുന്നത്, ആരുടെ ക്രൂശാണ് ചുമന്നിരിക്കുന്നത്, എന്തു വലിയൊരു ശുശ്രൂഷയ്ക്കാണ് തനിക്ക് ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുകയും ദൈവം തന്നോട് ഇടപെടുകയും പരിശുദ്ധ ആത്മാവിനാൽ താൻ നിറയപ്പെടുകയും ദൈവിക കൽപ്പനകൾ അനുസരിച്ച് കർത്താവിൻ്റെ ഒരു മഹിമ കണ്ട സാക്ഷിയായി പിന്നീട് നിൽക്കുവാൻ ദൈവം തനിക്ക് ഭാഗ്യം കൊടുക്കുകയും ചെയ്തു. തുടർന്ന് വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പോലും പേര് പറഞ്ഞിട്ടില്ല ഈ ബൈബിളിൽ. ആ കാലത്ത് ലോകം മുഴുവൻ അടക്കി പാണിരുന്ന മഹാ ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ. എന്നാൽ ഈ അലക്സാണ്ടറിൻ്റെയും ഈ റൂഫസിൻ്റെയും പേര് ഈ തിരുവചനത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. കാര്യം, കറുത്ത വംശജനായിരുന്ന അവൻ്റെ അപ്പൻ കുറേനയിൽ നിന്നും ഇവിടെ യെരുശലേമിലേക്ക് വന്ന അവരുടെ അപ്പൻ ഈ ക്രൂശ് ചുമന്നത് കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുവാനായിട്ടിടയായി. തുടർന്ന് നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയും, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 12-11 നമുക്കറിയാം. 11-ാം അധ്യായത്തിലൊക്കെ അന്ത്യോക്യയിലെ കൂടിവരവിനെ കുറിച്ച് നമുക്കറിയാം. അവിടെ വെച്ചാണ് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരാകുന്നത്. ആ 13-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവരുടെ മൂപ്പന്മാരുടെ ഒരു നിര, അന്ത്യോക്യയിലെ ചർച്ചിലെ മൂപ്പന്മാരുടെ ഒരു നിര പറയുമ്പോൾ അവിടെ ഒരാളെ നമുക്കിങ്ങനെ കാണുന്നുണ്ട്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രവൃത്തികൾ 13-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, അത് ബർന്നബാസ് എന്ന് പറയുന്നത് യെരുശലേമിൽ നിന്നും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ഒരു ശിഷ്യനാണ്. 12 ശിഷ്യന്മാരിൽ ഒരാളല്ല. അതിനുശേഷം അവരുടെ കൂടെ കൂടിയതിൽ ഒരു ലീഡറായിട്ടുള്ള ഒരു അപ്പോസ്തലനായിട്ട് പിന്നീട് ദൈവം ഉപയോഗിച്ച ഒരാളാണ് ബർന്നബാസ് എന്ന് പറയുന്നത്. നീഗർ എന്ന് പേരുള്ള ശിമോൻ. രണ്ടാമത് പറയുന്ന പേര് കണ്ടോ, നീഗർ, അതായത് നീഗ്രോയെ കുറിച്ചാണ് നീഗർ എന്ന് പറയുന്നത്. നീഗർ എന്ന് പേരുള്ള ശീമോൻ എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ ക്രൂശ് ചുമന്ന കറുത്ത വംശജനായിരുന്ന ആ ശീമോനാണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാം കുറേനക്കാരനായ ലൂക്കിയോസ്. ഈ കുറേന എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വേറൊരാളാണ് ലൂക്കിയോസ് എന്ന് പറയുന്നത്. ഇടപ്രഭുവായ ഹെരോദോവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ, അതായത് പൗലോസ്, ഇവരാണ് അന്ത്യോക്യയിലെ സഭയുടെ ലീഡർഷിപ്പ് നിരയിൽ നിന്നിരുന്നത്. ആ ശിമയോനെ നമുക്ക് അന്ത്യോക്യയിൽ, അതിനുശേഷം യെരുശലേമിൽ നിന്നും അവർക്ക് പീഡനമുണ്ടാവുകയും അവർ ഓടിപ്പോവുകയും അന്ത്യോക്യയിൽ ആദ്യത്തെ സഭ സ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ സഭയുടെ നേതൃത്വ നിരയിൽ നമുക്ക് ഈ ശിമയോനെ കാണുവാനായിട്ട് കഴിയുകയാണ്. ഈ ശീമോനെ നീഗർ എന്ന് പറയുന്ന നീഗർ എന്ന് പേരുള്ള ശീമോൻ എന്ന് പറയുന്നത് ഈ കറുത്ത വംശജനായ ഈ കുറേനക്കാരനായ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ ഭാഗ്യം ലഭിച്ച ആ മഹിമ കണ്ട സാക്ഷിയായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്ന ഈ ശീമോനാണ് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തോട് ചേർന്ന് ഇടപെടുവാനുമായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തു, അവസരം കൊടുത്തു. അന്ത്യോക്യയിൽ വെച്ച് അവരൊന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാനിടയായി. അതിനുശേഷമൊക്കെ പോള് പലയിടങ്ങളിലും തന്നെക്കുറിച്ചും തൻ്റെ മക്കളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനത്തിൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ, റോമാലേഖനം എഴുതി അവസാനത്തെ പേജിൽ എല്ലാവർക്കും വന്ദനം പറയുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ 16-ാം അധ്യായം 13-ാം വാക്യം. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നു, കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. ഹല്ലേലൂയ. ഈ ശീമോന്റെ മൂത്ത മകനാ റൂഫോസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് കണ്ടോ, കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെ വന്ദനം ചൊല്ലുവീൻ. പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് ലേഖനം എഴുതി അവസാനം 16-ാമത്തെ പേജിൽ അപ്രമുഖരായ ആൾക്കാരെ വന്ദനം ചൊല്ലി അത് നിർത്തുമ്പോൾ എഴുതുകയാണ്, കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ്, കർത്താവിൻ്റെ ക്രൂശ് ചുമന്ന, ഹല്ലേലൂയ, ആ ശിമയോന്റെ മക്കൾ കർത്താവിൽ പ്രസിദ്ധരാകുവാൻ, അലക്സാണ്ടറും റൂഫസും കർത്താവിൽ പ്രസിദ്ധരാകുവാൻ ദൈവം അവരെ ഇടയാക്കി. ഇവിടെ പറയുകയാണ്, അതിൻ്റെ അടുത്ത വാക്യം ആ മക്കളെ മാത്രമല്ല തൻ്റെ ഭാര്യയും ചേർത്ത് പറയുക, അവൻ്റെ അമ്മയായ എൻ്റെ അമ്മയെയും
അതായത് അടുത്ത വാക്കിൽ പറയുന്നുണ്ടോ, കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവീൻ. അതായത് ഈ കുറേനക്കാരൻ്റെ ഭാര്യ അല്ലെന്നുണ്ടെങ്കിൽ റൂഫോസിൻ്റെയും അലക്സാണ്ടറിൻ്റെ അമ്മ പൗലൂസിൻ്റെയും അമ്മയാണെന്ന് പറയുക. അതുപോലെ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ പൗലൂസിനും അവസരം കിട്ടി. കർത്താവിൻ്റെ നാമം മൂലം ഒരു പ്രസിദ്ധരായി തീരുവാൻ ദൈവം അവരെ സഹായിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാനായിട്ട്. അത് ചുമന്നാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലായിട്ട് വലിയ അനുഗ്രഹങ്ങളോ വലിയ ബ്ലെസ്സിങ്സുകളോ ഒന്നും ലഭിക്കുന്നതായിട്ട് കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സന്തതി, നിങ്ങൾ ഓരോരുത്തരും ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാനും കർത്താവിൽ പ്രസിദ്ധരായി തീരുവാനും ഇടയാകും. നിങ്ങൾ നിങ്ങളുടെ തലമുറയെ ചൊല്ലി വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറയുടെ ഭാവി എന്തായിത്തീരും എന്ന് നിങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ ഈ വേലയ്ക്ക് ഏൽപ്പിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഈ വേലയിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. തിരുവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ബാലൻ അഭ്യസിക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, എന്നാൽ അവൻ വൃദ്ധനായാലും അതവനെ വിട്ടുമാറുകയില്ല. നമ്മുടെയൊക്കെ കുട്ടികളെ ഉപദേശിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരൊക്കെ ഉപദേശം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ബാലനെ അഭ്യസിക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, എന്നാൽ അവൻ വൃദ്ധനായാലും അവനെ അത് വിട്ടുമാറുകയില്ല. എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, ബാലനെ അഭ്യസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ അത് അഭ്യസിച്ചു കഴിഞ്ഞാൽ, അതായത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ്റെ അപ്പനെ അഭ്യസിപ്പിക്കുക, എന്നാൽ ബാലൻ വൃദ്ധനായി കഴിഞ്ഞാലും അത് അവനെ വിട്ടുമാറുകയില്ല. അവൻ്റെ അപ്പൻ എന്ത് ചെയ്തോ ആ അനുഗ്രഹം അവൻ്റെ തലമുറയ്ക്ക് ലഭിക്കുവാനായിട്ടിടയായി തീരും. ബാലനെ അഭ്യസിക്കേണ്ട വഴിയിൽ അവൻ്റെ അപ്പനെ അഭ്യസിപ്പിക്കുക. നിങ്ങൾ ഓരോരുത്തരും അത് ഏറ്റെടുക്കുവാൻ കുടുംബത്തിൻ്റെ നാഥന്മാരായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ മനസ്സോടല്ലാഞ്ഞിട്ടും ഈ കുറേനക്കാരൻ ശീമോനെ ആ ക്രൂശ് ചുമന്നതിന് ദൈവം അവനെയും അവൻ്റെ തലമുറയും അവൻ്റെ കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിച്ചെങ്കിൽ, ഈ ക്രൂശിൻ്റെ മഹിമ കണ്ട സാക്ഷിയായി, അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയ സാക്ഷിയായി ഈ ക്രൂശ് ചുമക്കുവാനായി നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും, അത് നിങ്ങൾക്ക് നിത്യതയായിരിക്കും. അതെല്ലാ നിലയിലും അത് ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാനും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും കാരണമാകും. അതിനായിട്ട് ഉത്സാഹിക്കാം. കർത്താവിൻ്റെ ക്രൂശിനെ പ്രസിദ്ധമാക്കുവാൻ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3 നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ മഹത്വമേറിയ സുവിശേഷം അറിയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഈ വചനത്തിൽ കൂടി, ഈ ശീമോൻ്റെ അനുഭവത്തിൽ കൂടി ആ ഒരു വലിയ പ്രേരണ നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഗ്രേസ് ബി വിത്ത് യു. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി
സ്തോത്രം 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 സ്തോത്രം. അടിയങ്ങളുടെ ആസനെ സ്വർഗീയ പിതാവേ, അനുഗ്രഹപ്പെട്ട നാഥായ സമയത്തിന് അടിയങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾ കടവുന്ന സമയം മുതൽ ഈ സർവേ നിന്റെ കൃപ ഞങ്ങളോട് കൂടിയിരുന്നു. കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിന്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ പാടി സ്തുതിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിപ്പാനൊക്കെ ഞങ്ങളെ സഹായിച്ചല്ലോ. നിന്റെ വചനത്തെ ശ്രവിപ്പാൻ കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി ദൈവം മാറ്റിയതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഈ ഓരോ കാര്യങ്ങളും ചന്തപൂജിതമായി ചെയ്യുവാൻ ഹല്ലേലൂയ കടന്നു വന്ന ദാസന്മാരെയും ദാസന്മാരെയും നീ ബലപ്പെടുത്തി കർത്താവിൻ്റെ ഏറെ കൃപയിൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമസ്ഥലത്തിൽ മഹത്വപ്പെട്ട സ്തോത്രം. ദൂരസഞ്ചാരമായ അടിയങ്ങളെ ശ്രദ്ധിച്ച എല്ലാ അടിയങ്ങളുടെ സൗരങ്ങളെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ദൈവത്തിൻ്റെ ഹല്ലേലൂയ വിടുതലും ആശ്വാസം നിന്റെ ജനത്തോട് കൂടെ ഇരിക്കണമേ. അനേകർക്ക് ഇത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമസ്ഥലത്തിൽ മഹത്വപ്പെടണം കർത്താവ്. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു മൂലടികൾ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കണം പിതാവേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധ ആത്മാവിന്റെ കൂട്ടായ്മ അടിയങ്ങളോടും അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകവും പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ വരവരെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിന്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. അടുത്ത ഒരാഴ്ചവട്ടം മുഴുവനും അവിടുത്തെ കൃപയിൽ നടക്കുവാൻ, ദൈവിക സാന്നിധ്യത്തിലും ദൈവിക കരുതലിലും ദൈവിക അനുഗ്രഹത്തിലും നടക്കുവാൻ ദൈവം എല്ലാ നിലയിലും നിങ്ങളെ സഹായിക്കട്ടെ. മറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb.
throne.